ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കമനോവിച്ച് ടീം വിട്ടതിനു ശേഷം അദ്ദേഹത്തിന് പകരക്കാരനായി ഇനി ആര് എന്ന ചോദ്യത്തിന് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലൂ പുറത്തുവിടുന്നു. മിനിറ്റുകൾക്കകം തന്നെ സൈനിങ് അനൗൺസ് ചെയ്യുന്നു. ഒരു കേട്ടറിവ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച്. മറ്റാരുമല്ല, മിക്കാൽ സ്റ്റാറെ എന്ന് പറയുന്ന സ്വീഡിഷ് പരിശീലകനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കമനോവിച്ചിന് പകരമായി കണ്ടെത്തിയത്. ഇവാൻ വുക്കമനോവിച്ചിന് ഒരു വ്യക്തമായ ഒരു പകരക്കാരൻ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി ISL വരുമ്പോൾ ഇതാദ്യമായിട്ടാണ് ISL ഒരു സ്വീഡിഷ് പരിശീലകനെ ഒരു ISL ക്ലബ്ബ് സ്വന്തമാക്കുന്നത്. അതായത് ആദ്യമായിട്ടാണ് ISL ഒരു സ്വീഡിഷ് രാജ്യത്ത് നിന്ന് ഒരു പരിശീലകനെ ഒരു ക്ലബ്ബ് കൊണ്ടുവരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു കാര്യം കൂടിയും ഈ ഒരു സൈനിങ്ങിന് പുറകിലുണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായ കാര്യത്തിലേക്ക് വരാം. അതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൾ ടച്ച് കാണുക. ഇതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വ്യക്തമായി കൺഫേം ആയിട്ടുള്ള ന്യൂസുകൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കണ്ട. ഇവാൻ വുക്കമനോവിച്ച് ഒരു പകരക്കാരനാകാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മുൻവർഷങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുകൾ പരിശീലിപ്പിച്ച ക്ലബ്ബുകൾ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കാം. അതിനു മുമ്പായി അദ്ദേഹം ഏതൊക്കെ രാജ്യത്ത് കോച്ചായിട്ട് നിന്നിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്ക, ചൈന, നേപ്പാൾ ഈ രാജ്യങ്ങളിലൊക്കെയാണ് അദ്ദേഹം കോച്ചായിട്ട് നിന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം കഴിഞ്ഞ വർഷം കോച്ചായിട്ട് നിന്ന ഒരു ക്ലബിൻ്റെ ഒരു സ്റ്റാറ്റ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബുകളുടെ പരിശീലന സ്റ്റാറ്റുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2021-22 സീസണിൽ അദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബ്ബ് 13ാം സ്ഥാനത്തായിരുന്നു. അതുപോലെ തന്നെ 2022-23 സീസണിലും അതേ ക്ലബ്ബിൽ തന്നെയാണ് പരിശീലിപ്പിച്ചത്, 8ാം സ്ഥാനമായിരുന്നു. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നീട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോവുകയും ആ ക്ലബ്ബിൽ ആ ടീമിന് 7ാം സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു സ്റ്റേറ്റ് എന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ മോശമല്ലാത്തൊരു ഇത് തന്നെയുണ്ട്. വലിയ പരിചയ സമ്പത്തൊന്നും ഇദ്ദേഹത്തിന് പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയിലും ചൈനയിലൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഭൂരിഭാഗവും ക്ലബ്ബുകളിലും റിസർവ് ടീമിൻ്റെയും ഒരു സെക്കൻഡ് കോച്ചായിട്ടൊക്കെയാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. മിക്കവാറും എല്ലാ ക്ലബ്ബുകളിലും കുറവാണ് ഒരു മുഖ്യ പരിശീലനമായിട്ട് വരുന്നത്. ചില ന്യൂസ് മാധ്യമങ്ങൾ, മനോരമ ന്യൂസൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ മാധ്യമ സംഘടനയാണ്. അപ്പം അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ കോച്ചായിട്ട് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം വരുന്നത്. അതൊക്കെ കണ്ടു തന്നെ അറിയണം. വലിയ പരിചയസമ്പത്തൊന്നും ഇദ്ദേഹത്തിന് പറയാനില്ലെങ്കിൽ കൂടിയും അമേരിക്കയിലും ചൈനയിലൊക്കെ കോച്ചായി നിലവിലുണ്ടായിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് പരിശോധിക്കും. ഇന്നലെയൊക്കെ ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതായിട്ട്, അതായത് തുടങ്ങിയതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത്. തുടങ്ങിയ മണിക്കൂറുകൾക്കകം നല്ല സപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ 1,00,000-അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. 96 പോയിൻ്റ് എത്രയോ ഒക്കെ ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും ഇവാൻ വുക്കമനോവിച്ചും ആയാൽ തന്നെ അദ്ദേഹം വലിയൊരു പരിചയസമ്പത്തുണ്ടെങ്കിലും വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെയാണ് വന്നത്. അദ്ദേഹം അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ആരാധക പിന്തുണ പിടിച്ചു പറ്റുകയും അതുപോലെ തന്നെ നല്ലൊരു നിലയിൽ ടീമിനെ മുൻപ് കളിച്ച ഒരു നിലയിൽ നിന്ന് ഒരു വലിയൊരു നിലയിലേക്ക്, താഴെ കിടന്ന ടീമിനെ മുകളിലേക്ക് ഒരു സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു ടീമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ആവുമോ ഇല്ലയോ എന്ന് കണ്ട്, ഇവാൻ വുക്കമനോവിച്ചിൻ്റെ പകരക്കാരനാവുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റു വീഡിയോ ദിവസം കണ്ടിട്ടാം. ഇദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.